സഭയുടെ ആത്മീയ വളർച്ച മൂന്നാം ഭാഗം. എഫേസ്യ ലേഖനം 4 അധ്യായം 11 മുതൽ 13 വരെ പറയുന്ന ദാനങ്ങളായ അപ്പോസ്തോലത്വം, പ്രവാചകത്വം, സുവിശേഷകത്വം, ഇടയത്വം, ഉപദേശ നൽവരം, ഇങ്ങനെ 5 ദാനങ്ങൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സഭയ്ക്ക് നൽകിയപ്പോൾ അപ്പോസ്തോലിക കാലഘട്ടത്തിൽ ഇവ പ്രാപിച്ചവർ അനേകരാണ്. ഇവരിൽ ഫിലിപ്പോസും, അപ്പോസ്തല പ്രവൃത്തികൾ 21:8, തീമോത്തിയോസും 2 തീമോത്തിയോസ് 4:5, ഇവരെ പോലെയുള്ള സഞ്ചാര പ്രസംഗകർ 11 വാക്യത്തിലെ സുവിശേഷകർക്ക് ഉദാഹരണങ്ങളാണെങ്കിൽ കശിഷ്യന്മാരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും വേർതിരിച്ചിരിക്കുന്നു. പ്രവൃത്തികൾ 20:28, 1 തീമോത്തിയോസ് 3:2, തീത്തോസ് 1:9. പ്രവചനം ഒരു വരമാണ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. വിശുദ്ധിയോടുകൂടി ജീവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ ആഗ്രഹിക്കാമെന്ന് 1 കൊരിന്ത്യർ 14:1 വെളിപ്പെടുത്തുന്നു. അപ്പോസ്തോലന്മാരും ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരും തങ്ങളുടെ സ്വന്തം അനുഭവത്തെ ആസ്പദമാക്കി ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും ഉപദേശത്തെയും മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും കുറിച്ച് സാക്ഷ്യപ്പെടുത്തുവാൻ സാധിക്കുന്നവരും മനുഷ്യാവതാരം ചെയ്ത യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് സ്ഥാനവും അധികാരവും പ്രാപിച്ചവരാണ്. ആ ദാനം 1-ാം തലമുറയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ സാക്ഷ്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെക്കുറിച്ച് പ്രഖ്യാപിക്കുവാൻ സഭയിൽ നിന്നും ചുമതലപ്പെട്ടിട്ടുള്ളവരാണ് സുവിശേഷകന്മാർ. പുതിയ നിയമത്തിലെ പ്രവചന നൽവരവും അപ്പോസ്തോലിക കാലഘട്ടങ്ങളിൽ നിന്നാണ് നാം കൂടുതലായി കാണുന്നത്. മശിഹ വന്നു കഴിഞ്ഞതിൻ്റെ ശേഷം, സ്വർഗരാജ്യ സ്ഥാപനത്തിന് ശേഷം ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ ആവശ്യമില്ല. അപ്പോസ്തലന്മാരാൽ സ്ഥാപിതമായ ഓരോ സഭയിലും ക്രിസ്തീയ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നേരിട്ടുപയോഗിച്ച വ്യക്തികളാണ് പ്രവാചകന്മാർ. അവർ അപ്പോസ്തലന്മാരെ പോലെ ഒരിടത്തും സ്ഥിരമായി വസിക്കാതെ പള്ളികൾ തോറും അവരെ പ്രബോധിപ്പിച്ച് ജീവൻ്റെ മാർഗത്തിൽ അവരെ ഉറപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തോലിക കാലത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ പ്രാഥമിക ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാരുടെയും ആത്മാവിൻ്റെ പ്രാഥമിക ഉപകരണങ്ങളായിരുന്ന പ്രവാചകന്മാരുടെയും ദാനങ്ങൾ സഭയിൽ കാലക്രമേണ നിലച്ചിട്ട് സഭയുടെ കെട്ടുപണി എന്നുള്ളത് സുവിശേഷകരുടെയും ഇടയന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും പ്രവൃത്തിയായി തീർന്നു. ഇവയെല്ലാം 13-ാം വാക്യത്തിൽ പറയുന്നത് പോലെ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ എല്ലാ വിശ്വാസികളും പ്രവർത്തനക്ഷമരാകുവാനാണ് മനുഷ്യർക്ക് പരിശുദ്ധാത്മാവിനാൽ ദാനങ്ങൾ നൽകുന്നത്. യേശുക്രിസ്തു ദൈവപുത്രനായി ഈ ലോകത്തിൽ ജീവിച്ചതുപോലെയുള്ള ജീവിതത്തിൽ ദൈവിക പുത്രത്വത്തിൻ്റെ വളർച്ച നമ്മിൽ പൂർണ്ണത പ്രാപിക്കുവാനും തലമുറകളെ ദൈവരാജ്യത്തിലേക്ക് നയിക്കുവാനും അതിൽ വസിക്കുന്നവർ വിശുദ്ധിയിൽ പൂർണ്ണത പ്രാപിക്കുവാനുമായി ദാനങ്ങൾ പ്രാപിക്കുകയും അത് കർത്താവ് ഏൽപ്പിച്ച വേല നിവർത്തിക്കുകയും ചെയ്യുവാൻ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.